നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 3 തോൽവികൾ അവർ ഏറ്റുവാങ്ങിയിരുന്നു. ബയർ ലെവർക്യൂസൻ വലിയൊരു തോൽവിയാണ് ബയേണിന് സമ്മാനിച്ചത്. അതിനുശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലാസിയോയോട് അവർ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ബോഗും അവരെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ബൂണ്ടസ് ലീഗയിൽ ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് ഉള്ളത്. നിലവിലെ ചാമ്പ്യന്മാരാണ് ബയേൺ മ്യൂണിക്ക്. കിരീടം തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനത്ത്, അതും ഒരൽപ്പം പോയിന്റിന്റെ വ്യത്യാസം അവിടെയുണ്ട്. പരിശീലകനായ തോമസ് തുഷേലിന് ഇതുകൊണ്ടൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള ആവശ്യം പോലും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്കൈ ജർമ്മനി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് തോമസ് തുഷേലിനെ പുറത്താക്കാൻ ഇപ്പോൾ ഈ ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ഒരു ഇടക്കാല പരിശീലകനായിക്കൊണ്ട് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിരുന്ന സോൾഷെയറെയാണ്. അങ്ങനെ ഇന്ററിം പരിശീലകനായിക്കൊണ്ട് സോൾഷെയറെ നിയമിക്കും. പക്ഷെ ഒരു സ്ഥിര പരിശീലകനായിക്കൊണ്ട് ബയേൺ മ്യൂണിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് അത് മറ്റാരെയുമല്ല, മുൻ റയൽ മാഡ്രിഡ് പരിശീലകനായിരുന്ന സിനദിൻ സിദാനെയാണ്. നമുക്കറിയാം, സിദാൻ നിലവിൽ ഫ്രീ ഏജന്റ് ആണ്. റയലിന് 11 കിരീടങ്ങൾ, ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ 11 കിരീടങ്ങൾ നേടിക്കൊടുത്ത ഒരു പരിശീലകൻ കൂടിയാണ് സിദാൻ. എന്നാൽ റയലിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതുവരെ യാതൊരു ടീമിന്റെയും പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. ഒരുപാട് ഓഫറുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു, പക്ഷെ അതൊന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. സിദാനെ കൺവിൻസ് ചെയ്യിക്കുക എന്ന ഒരു വലിയ വെല്ലുവിളി ഇപ്പോൾ ബയേണിന്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സിദാനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ബയേണിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.